അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇപ്പോൾ ഇതുപോലൊരു ശബരിമല തീർത്ഥാടന കാലത്ത് യുവതികളെ പ്രവേശിപ്പിക്കാൻ അവിടെ നടത്തിയ നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ യുവതീ പ്രവേശനമൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ഒരു മറവായി വേണം യഥാർത്ഥത്തിൽ കരുതാൻ. അന്നേ ഹൈന്ദവ സംഘടനകളൊക്കെ ഈ വിഷയം ഉയർന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം 30 കിലോ സ്വർണം വിജയ് മല്യ അവിടെ ക്ലാഡിംഗ് നടത്തിയത് ഈ നയനാർ സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. അപ്പോൾ വളരെ കൃത്യമായി അറിയാം അവിടെ എവിടെയെല്ലാം സ്വർണ്ണമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു സുവർണ അവസരമായി യുവതീ പ്രവേശന സമയത്ത് ഉപയോഗപ്പെടുത്തി. ഇപ്പോൾ നോക്കൂ, ഈ മണ്ഡലകാലമായപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ജയിലഴിക്കുള്ളിലേക്ക് പോകുന്ന കാഴ്ച. അതെ, ഇതെല്ലാം അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം പണ്ടൊക്കെ ശിക്ഷകളൊക്കെ പതുക്കെയാ കൊടുത്തോണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അയ്യപ്പ ഭഗവാൻ ശിക്ഷകളൊക്കെ ഉടനടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രകടമായ തെളിവാണ് ഇപ്പോൾ കാണുന്ന അറസ്റ്റുകളെല്ലാം തന്നെ. ശ്രീമതി നീലിമ, ഒരു കാര്യം, നമ്മളൊരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം ഇത്തവണ ഈ അവസരത്തിലൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു പത്മശ്രീ കെ മുഹമ്മദ് എന്ന് പറയുന്ന. ഞാൻ കണ്ട ഭാരതം, അല്ലെ ദ ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദം എന്നൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെതുണ്ട്. ആ പുസ്തകം അവസരം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം. അദ്ദേഹം ചമ്പൽ കാടുകളിലെ സമീപ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഖനനത്തിൽ പങ്കെടുത്ത കാലഘട്ടത്തിനെ പറ്റി അതിൽ വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ആ പറയുന്നതിനകത്ത് അദ്ദേഹം പരാമർശിക്കുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട മലയാളികളായി നാം മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചമ്പൽ കാടുകളിലെ കൊള്ളക്കാരെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് കിട്ടിയാലും കൊള്ളയടിക്കുന്ന വിഭാഗമാണ് ചമ്പൽ കൊള്ളക്കാർ. പക്ഷേ ഒരൊറ്റ ക്ഷേത്രം പോലും ചമ്പൽ കൊള്ളക്കാർ കൊള്ളയടിച്ചിട്ടില്ല എന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇത്ര ഉന്നതിയിലിരുന്ന വ്യക്തികൾ, മുൻ MLA മാർ, മുൻ ക്വാസി ജുഡീഷ്യൽ ഓഫീസർമാരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ ഈ വലിയ കൊള്ള നടത്തി എന്ന് പറയുമ്പോൾ ചമ്പൽ കൊള്ളക്കാര് ഇവരുടെ കാലിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുകയായിരുന്നു. ഇന്ന് അവർ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഭൂലൻ ദേവിയുടെ കൂട്ടുള്ള കൊള്ളക്കാർ കേരളത്തിൽ വന്ന് ഒന്നുകിൽ ഇവിടെ വന്ന് ഈ പത്മകുമാറിന്റെയും വാസുവിന്റെയും ശിഷ്യന്മാരായി മാറുമായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ കാലം തൊട്ട് സമസ്ത അപരാധവും പറയുന്ന ഒരു കാലവും നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നീലിമ ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. 2018, 19, 20, 21 തുടങ്ങിയ വർഷങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ആ സമയത്തായിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളൊക്കെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായി നടന്നത്. അതിനുശേഷം 2 വർഷം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ 2 പ്രളയങ്ങൾ ഉണ്ടായ കാലഘട്ടവുമായിരുന്നു. ഈ 4 വർഷക്കാലത്തിനകത്ത് ശബരിമലയെ നശിപ്പിക്കണം, ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടണം, ശബരിമലയിലെ സ്വത്തുക്കൾ പരമാവധി കടത്തിക്കൊണ്ടു പോകണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്റെ സഹോദരനായ ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. CPM എപ്പോഴും സ്വർണത്തിനെ പവന്റെ വില കൊണ്ട് ഗുണിച്ചു നോക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ്. അതല്ല, ഇതിന്റെ ഡിവൈൻ വാല്യൂ, ഇതിന്റെ ആർക്കിയോളജിക്കൽ വാല്യൂ, ഇതൊക്കെ എണ്ണാനൊക്കാത്ത, കൗണ്ട് ചെയ്യാനൊക്കാത്ത രീതിയിലുള്ള വലിയ വലിയ കോടിക്കണക്കിന് അതാണ് അതിന്റെ അമൂല്യമായ, നമുക്ക് വിലമതിക്കാനാകാത്തത് എന്ന് പറയുന്നത്.